Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Bismillah, alhamdulillah, as-salatu was-salamu ala ashrafil makhluqin wa ala alihi wa sahbihi ajma'in, amma ba'd. Respected scholars and my dear colleagues, companions. Today, in this golden opportunity of Single Year 2K23, I have the privilege to speak about Indian education system, a total failure. Albert Einstein once said, if you judge a fish, everybody is a genius. But if you judge a fish by its ability to climb a tree, it will live its whole life believing that it is stupid. അത്യാദരങ്ങൾ നിറഞ്ഞ പണ്ഡിതർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സിൻഡലൻസിയയുടെ വർണ്ണാഭമായ ഈ വേദിയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായം വെറും പ്രഹസനമാണ് എന്ന വിഷയത്തെ അധികരിച്ചാണ് സംസാരിക്കുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്നുണ്ട്, എല്ലാവരും പ്രതിഭകളാണ്, എന്നാൽ മരത്തിൽ കയറാനുള്ള കഴിവ് വെച്ച് ഒരു മത്സ്യത്തെ വിലയിരുത്തിയാൽ അത് മൗഢ്യമാണെന്ന് വിശ്വസിച്ച് ജീവിതകാലം മുഴുവൻ തീർക്കേണ്ടി വരും. We know our education system, our education policy is very pathetic because our education system lacks two things. One is value-based education and another one is proper working system. നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എത്രമേൽ ദയനീയമാണെന്ന്. മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസവും ശരിയായ പ്രവർത്തന സംവിധാനങ്ങളും ഇല്ലാതെ പോയതാണ് ഇതിൻ്റെ പ്രധാനമായ കാരണങ്ങൾ. To prove my stand, I would like to invite your attention to the following points. Firstly, we, the educated class of India, are not knowing the difference between being educated and acting like being educated. We all think we are educated just because we bring to school, we have big degrees and certificates. But sorry to say, my friends, that's not what real education means. ഇന്ത്യയിലെ വിദ്യാസമ്പന്നരായ നാം യഥാർത്ഥ വിദ്യാസമ്പന്നരും വിദ്യാസമ്പന്നരായി ധരിക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസങ്ങളെ അറിയാതെ പോകുന്നു എന്ന ഖേദകരമായ വസ്തുതയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. കേവലം വിദ്യാലയങ്ങളിൽ പോയതുകൊണ്ടോ സർട്ടിഫിക്കറ്റുകളും ബിരുദങ്ങളും ഉള്ളതിനാലോ സ്വയം വിദ്വാൻമാരാണെന്ന് നാം ധരിച്ചു പോകുന്നുണ്ട്. ഖേദകരമെന്ന് പറയട്ടെ, യഥാർത്ഥ വിദ്യാഭ്യാസം അതല്ല. Today, we don't need to make robots or zombies. The world has progressed, and today we need people who think creatively, critically, and innovatively. But sadly, our modern education system kills creativity and makes students as dumb. ഇന്ന് നമുക്ക് റോബോട്ടുകളോ സോംബികളോ നിർമ്മിക്കേണ്ടി വരുന്നില്ല. കാലം അനുദിനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിയാത്മകമായും വിമർശനാത്മകമായും നൂതനമായുമൊക്കെ ഇടപെടുന്ന ചിന്തിക്കുന്നവരെയാണ് കാലം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായം സർഗാത്മകതയെ ഇല്ലായ്മ ചെയ്യുകയും വിദ്യാർത്ഥികളെ ചിറകറ്റവരാക്കുകയും ചെയ്യുന്നു എന്നതാണ് ഖേദകരം. Education system today has lost its core objectives. It has become commercial. It has gone to the hands of many people as they can impress general people by providing infrastructure and nice ambience. Such people should know the buildings do not make institutions. It's the good teachers who make institutions. വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്ന് അതിൻ്റെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു വാണിജ്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സൗകര്യങ്ങളും ചുറ്റുപാടുകളും സജ്ജീകരിച്ച് സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി അധിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇന്ന് സമ്പന്നരുടെ കരങ്ങളിലാണ്. എന്നാൽ ഇത്തരക്കാരറിയുന്നില്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയല്ല, വെറും നിർജീവമായ കെട്ടിടങ്ങളെയാണ് ഇവർ നിർമ്മിക്കുന്നതെന്ന്. Dear friends, just imagine if the doctor prescribed the exact same medicine to all the patients. The results will be tragic. So many people would get sick yet. When it comes to school, this is exactly what happens. When it comes to school, this is exactly what happens. When one teacher stands in front of 20 kids, each one having different strengths, different needs, gifts and dreams, and teacher teaches the
same thing, the same way. That's horrific. ഒരു ഡോക്ടർ എല്ലാ രോഗികൾക്കും ഒരേ തരത്തിലുള്ള മരുന്നുകൾ നൽകിയാലുള്ള പരിണിത ഫലങ്ങളെ ഒന്നോർത്തു നോക്കൂ. എത്ര പരിതാപകരമായിരിക്കും. ഇതുതന്നെയാണ് വിദ്യാലയങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുള്ള, ചുറ്റുപാടുകളുള്ള, സ്വപ്നങ്ങളുള്ള 20ഓളം വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ഒരു അധ്യാപകൻ ഒരേ കാര്യം ഒരേ രീതിയിൽ പഠിപ്പിക്കുന്നത് എത്ര പരിതാപകരമാണ്. So, let's reach the core of every heart in every class. Yeah, mathematics is important, but no more than arts or sports. Let's give every gift an equal chance. ഓരോ ക്ലാസ് മുറികളിലെയും വിദ്യാർത്ഥികളുടെ ഹൃദയാന്തരങ്ങളിലേക്ക് നമുക്ക് അടുക്കേണ്ടതുണ്ട്. ശരിയാണ്, ഗണിതശാസ്ത്രം പ്രധാനമാണ്. എന്നാൽ കായികത്തെക്കാളോ കലയേക്കാളോ അത്ര പ്രാധാന്യം അർഹിക്കുന്നില്ല. ഓരോ ക്ലാസ് മുറികളിലെയും വിദ്യാർത്ഥികളുടെ കഴിവുകൾക്കനുസരിച്ചുള്ള സൗകര്യങ്ങളെ ഒരുക്കേണ്ടതുണ്ട്. I knew this sounds like a dream, but countries like Finland are doing impressive things. They have shorter school days and homework is non-existent. They focus on collaboration instead of competition. That's why their education system outperformed every other country. I conclude my words with hope. Our authorities will open their eyes toward this problem as soon as possible. Thank you. എനിക്കറിയാം ഇതൊരു സ്വപ്നതുല്യമായ കാര്യമാണെന്ന്. പക്ഷേ ഫിൻലാൻഡ് പോലുള്ള രാജ്യങ്ങളിൽ യാഥാർത്ഥ്യമാണ്. അവർക്ക് സ്കൂൾ പ്രവൃത്തി ദിനങ്ങൾ കുറവാണ്, ഹോംവർക്കുകൾ തീരെയില്ല. പക്ഷേ മത്സര മനോഭാവത്തിന് പകരം സഹകരണത്തിൽ ഹൃദയം ചേർക്കുന്നത് കൊണ്ടാണ് അവരുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മറ്റെല്ലാ രാജ്യങ്ങളെയും മറികടന്നത്. വിദൂരമല്ലാത്തൊരു ഭാവിയിൽ ഇത്രമേൽ ഗുരുതരമായ ഈ പ്രശ്നത്തിലേക്ക് അധികാരികളുടെ കൺതുറക്കുമെന്ന പ്രതീക്ഷയിൽ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.